ഹായ് ഫ്രണ്ട്സ്, ഞാൻ കാലത്ത് എണീറ്റ് മണിക്കൂട്ടിന് കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ ചായക്കുള്ള പാലൊക്കെ തിളപ്പിച്ചെടുത്തു. പിന്നെ 2 പീസ് ബ്രെഡൊക്കെ ചൂടാക്കിയെന്നു വെച്ചാൽ മണിക്കൂട്ടിന് 6 മണിക്കാണ് ട്യൂഷൻ. അപ്പോൾ ആൾ പോകുമ്പോഴേക്കും അത് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രെഡൊക്കെ ചൂടാക്കിയതിന് ശേഷം ഞാൻ വേഗം ചായയൊക്കെ കാപ്പിയാണ് വെച്ചത്. കാപ്പി ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കപ്പിൽ ഒഴിച്ച് വെച്ചതിന് ശേഷം 2 കഷ്ണം ബ്രെഡ് ചൂടാക്കിയിട്ടുണ്ടല്ലോ, അതിൽ ഞാൻ ജാമൊക്കെ പുരട്ടിയെടുത്തു. അപ്പോൾ 8 മണി 8:30 ആകുമ്പോഴാണ് വരുമ്പോഴേക്കും വിശക്കും. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ച് പോയാൽ അങ്ങനെ അത്ര വിശക്കില്ലല്ലോ. പിന്നെ എന്നും കഴിക്കാറൊന്നും എപ്പോഴെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇന്നലെ ബ്രെഡ് വാങ്ങിച്ച കാരണം ആൾക്ക് ബ്രെഡും ജാമും വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ആക്കി കൊടുത്തു. എന്നിട്ട് പിന്നെ മണിക്കൂട്ടം പോയി. അപ്പോഴേക്കും ചോറൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ ചോറൊക്കെ വറുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ബീൻസ് തോരനാണ് വെക്കാൻ പോണത്. അപ്പോൾ അതിലുള്ള സബോളയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ 2 സബോളയാണ് എടുത്തത്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് കൊടുത്തു. എന്നിട്ട് ഞാൻ പിന്നെ ചാറ് കറിയായിട്ട് ഇന്നലെ അമ്മ എനിക്ക് കുറച്ച് മോരുകറി തന്നയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടല്ലോ. അപ്പോൾ ബിജാഷേട്ടന് മാത്രമേ കറി വേണ്ടോ, ഞങ്ങൾക്ക് ഉപ്പേരി ആയാലും മതി. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് മുതിര ഞാൻ ഇന്നലത്തെ മുതിരക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മുതിര ഉണ്ട്. അപ്പം അതും ഇതുപോലെ വെറുതെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ വാവിച്ചിക്കും മണിക്കൂട്ടനും ഉപ്പേരിയും ഈ ബീൻസ് ഉപ്പേരിയും ഉണ്ട്, പിന്നെ മുതിരപ്പേരിയും ഉണ്ട്, പിന്നെ ചമ്മന്തി അച്ചാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇത് വഴണ്ടി വന്നപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് സബോളയും പച്ചമുളകൊക്കെ വഴണ്ടി വന്നതിന് ശേഷം ഞാൻ അതിൽ ബീൻസൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ തലേ ദിവസം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കാലത്തൊക്കെ അത് അരിഞ്ഞെടുക്കുമ്പോൾ ഒത്തിരി നേരം വേണ്ടേ. അപ്പം അങ്ങനെ അതൊക്കെ സബോളയൊക്കെ വഴണ്ടി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് കാപ്പിയൊക്കെ എടുത്തിട്ട് കുടിച്ചു. അതിന് ശേഷം അതൊക്കെ ആയി വന്നപ്പോൾ ഞാൻ അതിൽ ബീൻസൊക്കെ ഇട്ട് കൊടുത്തു. നല്ല ബീൻസായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീൻസായിരുന്നു. അപ്പം അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പേരി. അപ്പം അങ്ങനെ ഞാനിങ്ങനെയാണ് തോരൻ വെക്കുക. അപ്പം അങ്ങനെ പല രീതിയിലും വെക്കുമല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നതിന് ശേഷം ഞാൻ ആവശ്യത്തിന് നാളികേരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് വേവിച്ചെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞൂല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതൊക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ മുതിര കാച്ചിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറുള്ളി അല്ല അധികം ഞാൻ സബോളയാണ് ഉപയോഗിക്കുക. ചെറുള്ളി നന്നാക്കി എടുക്കാനൊക്കെ കുറേ നേരം വേണ്ടി വെച്ചിട്ട് ഞാൻ വേഗം സബോളയൊക്കെ അരിഞ്ഞ് അതിൽ കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് മൂപ്പിച്ചതിന് ശേഷം പിന്നെ ഇത്രയും മുതിര ഉണ്ടായിരുന്നുള്ളൂ അതും ഇതാക്കിയെടുത്ത് ബാക്കിയുള്ള നാളികേരമൊക്കെ അതിലിട്ട് കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുകയാണ്. ചപ്പാത്തി ചുട്ടെടുക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയും തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ചു. ഇനി എനിക്ക് കുളിക്കണം, പിന്നെ എല്ലാവർക്കും ചോറാക്കണം, പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ട്, അതൊക്കെ കഴുകണം. അങ്ങനെ അത്യാവശ്യം പണികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അടിച്ചു വാരലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ബിജാഷേട്ടൻ വിളക്ക് വയ്ക്കുമ്പോൾ ഉമ്മറും അകമൊന്ന് വെറുതെ അടിച്ചു വാരി കൊടുക്കും. പിന്നെ ബാക്കി വിസ്തരിച്ചടിക്കലൊക്കെ വന്നിട്ടാണ്. അപ്പം അങ്ങനെ ആദ്യം തന്നെ ഞാൻ ബിജാഷേട്ടനും മക്കൾക്കും ചോറാക്കുകയാണ്. പിന്നെ ഞാൻ ചില ദിവസമാണ് ചോറ് കൊണ്ടുപോകാറുള്ളൂ, ചില ദിവസം കൊണ്ടുപോകില്ല. അപ്പം അങ്ങനെ ഞാൻ വേഗം 3 പേർക്കും ചോറാക്കിയതിന് ശേഷമാണ് പിന്നെ തോന്നിയത് എനിക്ക് ഇത്തിരി ചോറാക്കാമെന്ന്. അപ്പം അങ്ങനെ ചോറൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ മുതിരപ്പേരി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ എല്ലാവർക്കും പാത്രത്തിൽ ബീൻസ് ഉപ്പേരി ഇട്ട് കൊടുത്തു. ബിജാഷേട്ടന് ഒരു പാത്രത്തിൽ കുറച്ച് മോരുകറിയും ആക്കി കൊടുത്തു. അപ്പം അങ്ങനെ ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ലഞ്ച് ബോക്സ് ഇതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.